നമസ്കാരം. നിലമ്പൂരിൽ പ്രചരണത്തിന് ആരും ശശി തരൂരിനെ വിളിച്ചില്ല. പ്രചരണത്തിന് വരണമോ എന്ന് ആരോടും തരൂർ ചോദിച്ചതുമില്ല. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ചൂട് അവസാന ദിനത്തിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരത്ത് തരൂർ എത്തുന്നുണ്ട്. ഫ്രഞ്ച് അംബാസിഡർ എത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണിത്. ഫ്രഞ്ച് അംബാസിഡർ തിയറി മാത്യുവുമായി നയതന്ത്ര സാംസ്കാരിക സംവാദത്തിലും തരൂർ പങ്കെടുക്കും. അതിനുശേഷം വീണ്ടും വിദേശയാത്രയ്ക്ക് പോകും തരൂർ. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്കാണ് ഈ യാത്ര. അതിപ്രധാന നയതന്ത്ര ദൗത്യം ഈ യാത്രയിലും തരൂരിന് മുന്നിലുണ്ടെന്നാണ് സൂചന. റഷ്യൻ സർക്കാരിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അടക്കം അനുമതി വാങ്ങിയാണ് തരൂർ പോകുന്നത്. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യയെ ഇന്ത്യയോട് ചേർത്ത് നിർത്തുകയെന്ന അനിവാര്യതയും ഈ ദൗത്യത്തിന്റെ അജണ്ടയിലുണ്ട് എന്നതാണ് റിപ്പോർട്ട്. അതായത് നിലമ്പൂരുമായി ബന്ധപ്പെട്ട പ്രചരണത്തിലോ ഒന്നും തരൂർ നിശബ്ദ പ്രചരണത്തിനിടയിലും പങ്കെടുക്കില്ല. തരൂരുമായി ഏറെ വ്യക്തിബന്ധമുള്ള നേതാവായിരുന്നു നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്. എന്നും എപ്പോഴും ആശയവിനിമയം നടത്തിയിരുന്ന വ്യക്തി. എന്നാൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായ ശേഷം ഷൗക്കത്തിൽ നിന്നൊരു സന്ദേശവും തരൂരിന് ലഭിച്ചില്ല. കോൺഗ്രസ് നേതൃത്വവും തരൂരിനെ ബന്ധപ്പെട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിലമ്പൂരിലേക്ക് തരൂർ പോകാത്തതെന്നാണ് സൂചന. ഓപ്പറേഷൻ സിന്ദൂറിലെ സർവകക്ഷി സംഘത്തെ തരൂർ നയിച്ചത് കോൺഗ്രസിന്റെ അനുവാദമില്ലാതെയാണ്. ഇത് ഏറെ വിവാദമായിരുന്നു. രാജ്യത്തിന് വേണ്ടിയുള്ള ഏത് ദൗത്യവും ഏറ്റെടുക്കുമെന്നും തരൂർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെ ആഗോളതലത്തിൽ നയതന്ത്ര ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ പ്രത്യേക സമിതി ഉണ്ടാക്കുമെന്നും അതിനെ തരൂർ നയിക്കുമെന്നുമെല്ലാം റിപ്പോർട്ടെത്തി. ഈ സാഹചര്യങ്ങൾ കാരണം നിലമ്പൂരിൽ കോൺഗ്രസിനായി വോട്ട് ചോദിക്കാൻ തരൂർ എത്തുമോ എന്നത് ഏറെ പ്രസക്തമായ ചോദ്യമായി. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തരൂർ കേരളത്തിലെത്തുന്നത് പരസ്യ പ്രചരണത്തിന് ശേഷമാണ്. അതിനിടെ പ്രചരണത്തിന് വരാമെന്ന് തരൂർ അറിയിച്ചിട്ട് പോലും കോൺഗ്രസുകാർ അനുകൂലമായി പ്രതികരിച്ചില്ലെന്നും റിപ്പോർട്ടുകളെത്തി. എന്നാൽ നിലമ്പൂരുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ആരുമായി തരൂർ നടത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. ഷൗക്കത്തും പ്രചരണത്തിനായി എത്തണമെന്ന് ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും തരൂർ ഈ വിഷയത്തിൽ നിശബ്ദനായി. മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് എല്ലാം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തരൂരിന് ആ സീനിയർ നേതാവെന്ന പരിഗണന സതീശന് നൽകിയില്ലെന്ന് തരൂർ ക്യാമ്പ് പറയുന്നു. ഇതിനൊപ്പമാണ് തരൂരിന്റെ അടുത്ത നയതന്ത്ര ദൗത്യവും ചർച്ചകളിലേക്ക് വരുന്നത്. തിരുവനന്തപുരത്ത് ഫ്രഞ്ച് അംബാസിഡറുമായിട്ടുള്ള പരിപാടിക്ക് ശേഷം മോസ്കോയിലേക്കാണ് തരൂർ പോകുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കം പങ്കെടുക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ് ലക്ഷ്യം. ഇസ്രായേൽ ഇറാൻ സംഘർഷവും അതിൽ അമേരിക്ക എടുക്കുന്ന നിലപാടുകളും എല്ലാം ചർച്ചയാകുന്ന ഈ സമയത്ത് തരൂരിന്റെ റഷ്യൻ യാത്രയ്ക്ക് പ്രാധാന്യമേറെയാണ്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയുള്ള ഈ യാത്രയ്ക്ക് രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിനിധി എന്ന പരിവേഷമുണ്ടോ എന്ന ചോദ്യത്തിന് തരൂർ ക്യാമ്പ് കൃത്യമായ മറുപടി പറയുന്നില്ല. ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനാണെന്ന് മാത്രമാണ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം. റഷ്യൻ സർക്കാർ നേരിട്ട് നടത്തുന്ന കോൺഫറൻസിലാണ് തരൂർ പങ്കെടുക്കുക എന്നും സൂചനകളുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലാറ്റിൻ അമേരിക്കയിലും അമേരിക്കയിലും തരൂർ നടത്തിയ നയതന്ത്ര ഇടപെടൽ നിർണായകമായി. പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച കൊളംബിയ ഇന്ത്യക്ക് അനുകൂലമായി തിരുത്തലും വരുത്തി. പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ അമേരിക്കൻ ജനപ്രതിനിധി കളിയാക്കിയതും തരൂരിന്റെ ഇടപെടലായിരുന്നു. ഇതിന് പിന്നാലെ യിലേക്ക് തരൂർ പോയി. ലണ്ടൻ ദൗത്യം രാജ്യത്തിന് വേണ്ടിയാണെന്ന സൂചനയുണ്ട്. ഇതിന് പിന്നാലെയാണ് റഷ്യൻ യാത്ര. കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് ഈ യാത്രകളെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇതൊന്നും തരൂർ ക്യാമ്പോ സ്ഥിരീകരിക്കുന്നില്ല. എന്നാൽ തരൂരിന് മോസ്കോയിൽ നിർണായക ദൗത്യങ്ങൾ ഉണ്ടെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന് ശേഷം തരൂർ വിശദ ചർച്ചകൾ നടത്തിയിരുന്നു. മോസ്കോ യാത്രയും അന്ന് ചർച്ചയായിരുന്നുവെന്നാണ് സൂചന. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയ ശേഷം തനിക്ക് വിദേശകാര്യ നയത്തിൽ രാഷ്ട്രീയ വേർതിരിവ് ഇല്ലാതായെന്ന് തരൂർ വിശദീകരിച്ചിട്ടുണ്ട്. തുടർന്നും ഇതേ നിലപാട് തന്നെയാകും എടുക്കുകയെന്നും ലേഖനത്തിൽ തരൂർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ട പ്രകാരം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചെത്തിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ലേഖനം എഴുതിയത്. ദേശീയ താൽപര്യമുള്ള വിഷയങ്ങളിൽ പാർട്ടി നയമല്ല, പൊതുവായ നയമാകും സ്വീകരിക്കുക. ഇന്ദിരാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരും ഇത്തരം സന്ദർഭങ്ങളിൽ വിദേശ സംഘങ്ങളെ അയച്ചിട്ടുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു. വിദേശ സന്ദർശക സംഘത്തിന്റെ വിജയസാധ്യത ചോദ്യം ചെയ്തവരെ വിമർശിക്കുന്ന തരൂർ സംഘം എന്തിനാണോ പോയത് അത് നേടിയാണ് തിരിച്ചെത്തിയതെന്ന് പറയുന്നു. നേരത്തെ ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ നേതാക്കൾ രാഷ്ട്രീയവും ചരിത്രവും കൂടുതൽ മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും പരോക്ഷമായി അദ്ദേഹം സൂചിപ്പിച്ചു.